ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ, ബുദ്ധിയാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ, നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ. ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം, ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണാം, കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. രാമായണം ജീവാമൃതം, കർക്കടകം 13. ഇച്ഛാശക്തിയാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം. പണ്ട് നരേന്ദ്രൻ എന്ന കുട്ടി ഈശ്വരനെ അന്വേഷിച്ച് പല ഗുരുക്കന്മാരുടെയും അടുത്ത് ചെന്ന് അവസാനം ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന മഹാത്മാവിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചതുപോലെ നരേന്ദ്രൻ ചോദിച്ചു ശ്രീരാമകൃഷ്ണ പരമഹംസരോടും, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ ചോദ്യത്തിന് ഗുരുനാഥന്റെ മറുപടി, ഞാൻ നിന്നിൽ ഈശ്വരനെ കാണുന്നു എന്നായിരുന്നു. പാവൻ ഉത്തരത്തിൽ ആകൃഷ്ടനായി പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പാദസേവ ചെയ്തുകൊണ്ട്, ഗുരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ എന്ന വിശ്വപ്രഖ്യാതനായിട്ടുള്ള സന്യാസിയായി തീർന്നു. ഈ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അവിടെ സ്വാമി വിവേകാനന്ദൻ ഒരു സംഭവം പറയുന്നത്, ഈ നരേന്ദ്രൻ പരമഹംസരെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഈശ്വരനെ കുറിച്ചൊക്കെ ചോദിച്ചു. ഈശ്വരനെ എങ്ങനെയാണ് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക? ആ സമയത്ത് നരേന്ദ്രനെ പിടിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഒരു വെള്ളത്തിലേക്ക് മുക്കി കുറച്ചു നേരം പിടിക്കുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്കെടുത്ത സമയത്ത് നരേന്ദ്രനോട് പറഞ്ഞു, ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത് അതിൽ നിന്നും പൊങ്ങി വരണമെന്ന് നീ എത്ര കണ്ട് ആഗ്രഹിച്ചുവോ ഇച്ഛിച്ചുവോ, അത്രയും തീവ്രമായിട്ടുള്ള ഇച്ഛ ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എത്ര ദുർഘടമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യബോധത്തെ, ഇച്ഛാശക്തിയെ സഫലമാക്കി തീർക്കാൻ സാധിക്കും എന്ന് ആധുനിക കാലത്ത് നമ്മുടെ പ്രസിഡന്റും മിസൈൽമാൻ ഒക്കെ ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമും നമ്മെ പഠിപ്പിച്ചു. അദ്ദേഹം സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. രാമേശ്വരത്തെ കടപ്പുറത്തിരുന്ന് പക്ഷികൾ പറക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നവും പറന്നുയർന്നു. പിന്നീട് പറത്താനും പറപ്പിക്കാനുമുള്ള സ്വപ്നം അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. അപ്പൊ മഹത്തായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നിടത്തെ ഇച്ഛാശക്തി വർദ്ധിക്കുകയുള്ളൂ. ആ ഇച്ഛാശക്തി വർദ്ധിച്ചാലേ നമുക്ക് ക്രിയാശക്തി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിരില്ലാത്ത സ്വപ്നങ്ങൾ നമ്മൾ കാണണം. ചില സ്വപ്നങ്ങളെങ്കിലും സാക്ഷാത്കരിക്കുമെന്ന ശുഭതമായ പ്രതീക്ഷകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. വാൽമീകി മഹർഷി പറയുന്നു, സംതൃപ്തി ഒന്നാണ് മനുഷ്യനെ 100 വയസ്സിനപ്പുറത്തേക്കും ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് മഹത്തായ തൃപ്തിക്കായി ചിന്തകളും പ്രവർത്തികളും രൂപപ്പെടുത്തണം. അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, ചെറിയ തൃപ്തികളിൽ രമിച്ച് അതിൽ ആസക്തരാകാതിരിക്കുക. ശ്രീരാമചന്ദ്രൻ തൻ്റെ ജീവിതത്തിലൂടെ അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നതും. അഭിഷേകം തീരുമാനിച്ചത് കേട്ടപ്പോൾ സന്തോഷമോ അതിന് വിഘ്നം വന്നപ്പോൾ സങ്കടമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒന്നോർക്കുക, ഞാൻ എൻ്റേത് എന്നുള്ളതായ സങ്കുചിത ചിന്തകൾ വിട്ട് അതിൽ ആസക്തിയില്ലാതെ കുറേ പേർ നിലകൊണ്ടതിനാലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. എന്നാൽ നാം ഇപ്പോൾ കാണുന്നത് തന്നിലേക്ക് ചുരുങ്ങുന്ന ഒരു സമൂഹത്തെയാണ്. രാമായണത്തിൽ തന്നെ ഇതിന് ഉദാഹരണം കാണാം. കൈകേയി എന്ന അമ്മയ്ക്ക് സംഭവിച്ചത്
ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്തയും അതിൽ നിന്നുള്ള ആഗ്രഹങ്ങളും എന്നുള്ളതാണ്. തൻ്റെ സങ്കുചിതമായിട്ടുള്ള ചിന്ത ഒരു രാഷ്ട്രത്തിൻ്റെയും വംശത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തെ എത്രമാത്രം പിന്നോട്ടടിക്കും എന്ന് അവർ ഒരു മാത്ര ചിന്തിച്ചിരുന്നെങ്കിൽ രാമായണ കഥ മറ്റൊന്നായി മാറുമായിരുന്നു. രാമായണത്തിൽ വേറെയും റാണിമാരായ ദേവിമാരുണ്ട്. സുമിത്രാദേവി, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി ഇവരെല്ലാവരും ഇതേപോലെ സങ്കുചിതമായി ചിന്തിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പക്ഷെ അവര് വലിയ ഒരു പ്രശ്ന പരിഹാരത്തിനായി തങ്ങളുടെ വ്യക്തിഗത വേദനകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവർ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു. ഇത്തരത്തിലുള്ള അനേകം പാഠങ്ങൾ രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് രാവണനെ പോലും മുട്ടുകുത്തിച്ച ശ്രീരാമദൂതനായ ഹനുമാന്റെ കഥ കുട്ടികൾക്ക് പ്രേരണാദായകമാണ്. മഹത്തായ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി നമുക്കുണ്ടാകണം. അപ്പോൾ ചിന്തകളും പ്രവർത്തികളും വിശാലതരമാകും. രാമായണ പഠനവും ചർച്ചയും ചിന്തകളും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കട്ടെ. അതിന് രാമായണം ജീവാമൃതം ഒരു നിമിത്തമാകട്ടെ.